ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ മീൻകറിയാണ്, മീനിൻ്റെ തലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ബ്രദറിൻ്റെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫ്രഷ് അയക്കൂറൻ്റെ തല ഉണ്ട്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടൊന്നാണ്. അപ്പോൾ നമ്മൾക്കിത് ഇനി നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് മീനിൻ്റെ തലക്കറി വെക്കാം. അപ്പം തലക്കറി വെക്കാൻ പ്രത്യേക സ്പെഷ്യലായിട്ട് അടുക്കളയിലുള്ള അടുപ്പൊന്നും പറ്റില്ല. പുറത്ത് അടുപ്പ് കത്തിച്ച് നല്ല ഉരുളിയിലാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഉരുളിയൊക്കെ മുത്താപ്പാൻ്റെ വീട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പം ബ്രദറിനിങ്ങനെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഓരോന്ന് ചെയ്യണം. അപ്പോൾ അവൻ തന്നെ അതൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അവൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഇന്ന്. സ്പെഷ്യൽ തലക്കറി, അയക്കോറൻ്റെ തലക്കറിയാണ് ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. അടുപ്പൊന്നും കത്തിക്കാൻ ആർക്കും അത്രയ്ക്ക് അറിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളൊന്നും അടുപ്പത്തൊന്നും ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, ആരും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പുറത്ത് ബ്രദർ തന്നെയാണ് കേട്ടോ കല്ലൊക്കെ ഇട്ട് കത്തിച്ച്. പിന്നെ ഓലക്കൊടി, ഞങ്ങളിവിടെ കൊലച്ചിൽ എന്ന് പറയും, കൊലച്ചിലൊക്കെ ഇട്ട് കത്തിച്ച്. കുട്ടികൾക്കൊക്കെ നല്ല ബിരിയാണി വെക്കുന്ന ഫീലാണ് കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചു. അങ്ങനെ ഞങ്ങളല്ല കേട്ടോ, ബ്രദറാണ് കേട്ടോ, മെയിൻ ഷെഫ് ബ്രദറാണ്. ബ്രദറിൻ്റെ സ്പെഷ്യൽ തലക്കറി. കേൾക്കാനോ ആദ്യം പറഞ്ഞൂടെ? ഇവിടെ ഓക്കെ, ഇന്ന് ഇവിടെ എന്താണ്? അപ്പം പുളിയൊക്കെ പിഴിഞ്ഞ് കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ തലക്കഷ്ണം ഇട്ട് കൊടുത്തു കേട്ടോ. തലക്കഷ്ണം ഇട്ട് നല്ലോണം തിളച്ച് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളിയിൽ അടുപ്പത്തൊക്കെ വെച്ച് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക നൊസ്റ്റാൾജിക്കും പിന്നെ പ്രത്യേക ടേസ്റ്റുമാണ്. ഈ ടേസ്റ്റ് എന്തായാലും നമ്മൾ ഗ്യാസിന്മേൽ വെച്ചാലോ അല്ലെങ്കിൽ അകത്ത് അടുപ്പത്ത് വെച്ചാലോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അതിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, വിദേശത്തുള്ള ആരെങ്കിലുമൊക്കെ നാട്ടിൽ വരിക, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് വീട്ടിൽ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മുന്നിട്ട് ഇറങ്ങുമ്പോഴേ നമുക്ക് ഇങ്ങനെയൊക്കെ കഴിയുള്ളൂ കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ മണം പിടിച്ചിട്ട് അപ്പുറത്തെ തൊടിയിൽ നിന്ന് പൂച്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളെ അടുക്കള ഭാഗത്താട്ടോ അടുപ്പ് ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് പുറത്ത് അടുപ്പൊന്നുമില്ല. അപ്പം ഇതിനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ.
അപ്പോൾ ഇതാ നല്ല കറിയൊക്കെ നല്ലോണം തിളച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ല മുളകിട്ട കറിയാണ് കേട്ടോ. അടിപൊളി കറിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ കറിയൊക്കെ ഫൈനലായിട്ടുണ്ട്. ഉപ്പ് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു, കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മീതെ തൂവി കൊടുത്തു. അങ്ങനെ നല്ലോണം അടച്ച് വെച്ച് വേവിച്ചെടുത്തു. അങ്ങനെ ഇതേ കപ്പ തലക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ കപ്പയും തലക്കറിയുമാണ് കേട്ടോ. ഞങ്ങൾ എന്ത് ചെയ്തു, വാഴയില എടുത്തു. വാഴയിലയിൽ കപ്പയും തലക്കറിയും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല നൊസ്റ്റാൾജിക്കാണ്. അപ്പോൾ ഇതാ ഞങ്ങളിതാ കപ്പ പുഴുങ്ങിയതും ഇലക്കറിയും തലക്കറിയും കപ്പ പുഴുങ്ങിയതും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിച്ചു.